കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ മൈസൂരിൽ നിന്നും കൊൽക്കത്തയിലേക്കുള്ള യാത്രയാണ് ഇത്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. രാത്രി 11:30-ക്കാണ് ട്രെയിന്, അതായത് ഹൗറ എക്സ്പ്രസ്, അതിലാണ് പോകുന്നത്. അപ്പോൾ രാത്രി ഞാൻ വന്ന് എൻ്റെ ബന്ധുവീടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവിടെ പോയി ഫ്രഷായി വന്ന് ഞങ്ങളുടെ കൂടെ എൻ്റെ ബന്ധുക്കാരനുണ്ട് അബി. അപ്പോൾ ഞാനും ചേച്ചിയും അളിയനും കൂടിയാണ് കൊൽക്കത്തയിലേക്ക് പോകുന്നത്. മോളുടെ ഗ്രാജുവേഷൻ പരിപാടിക്ക് വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇതായിട്ടുള്ളത് ഡോക്ടറായിട്ടുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ട്രെയിനൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ കോച്ച് പഴയതാണ്, പഴയ കോച്ചാണ്. പക്ഷെ എന്നാലും നല്ല നീറ്റായിരുന്നു. പിന്നെ ഞങ്ങളവിടെ ഒരു ലേഡിയും കൂടി ഉണ്ടായിരുന്നു. അവർ ഭുവനേശ്വരത്തായിരുന്നു. അങ്ങനെ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ബോഗി 2012 ബോഗിയാണ്. അത്ര പഴക്കമുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ അടിപൊളിയാണ്. പിന്നെ എല്ലാ ഇതുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ കിട്ടിയതല്ല മേലെ, 3 പേർക്ക് കിട്ടിയത് മേലെ. പിന്നെ ചേച്ചിക്ക് മാത്രം അവിടെ സീറ്റിൽ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചി അവിടെ വന്നു. നല്ല പിന്നെ ഇതൊക്കെ പുതപ്പും കവറുകളും ഒക്കെ, പിന്നെ തലേണയും എല്ലാം നല്ലതായിരുന്നു. എല്ലാം വൃത്തിയാക്കി വെച്ചായിരുന്നു. സൈഡിലാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. മേലെ പിന്നെ അവർ വരുന്നവരെ ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ചേച്ചിക്ക് താഴെ പിന്നെ പുറത്തിറങ്ങി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. അത് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ നല്ല ക്ലീനാട്ടോ, നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ട്രെയിനാണ്. ഇത് ഞങ്ങളുടെ ബോഗിയാണ്. രാത്രി ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മൈസൂർ ജംഗ്ഷൻ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവർ ചോദിച്ചു ഞാൻ വ്ളോഗറാണോ എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു വ്ളോഗൊന്നും അല്ല, ജസ്റ്റ് ആയിട്ടൊന്നും എടുക്കുന്നതാണ് വ്ളോഗർ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ബാത്റൂമൊക്കെ ഒന്ന് കണ്ടോളാൻ വിചാരിച്ചു. നോക്കുമ്പോൾ അത് നല്ല വൃത്തിയില്ല കേട്ടോ. ബാത്റൂമൊക്കെ നല്ല വൃത്തിയിലും പഴക്കമുള്ള ഇതാണെങ്കിലും പക്ഷെ നല്ല വൃത്തിയുണ്ട്. നല്ല ഞാൻ ഒറ്റയ്ക്ക് ഉള്ളിൽ കയറി നോക്കി. അടിപൊളി ബാത്റൂം. ആ ബാത്റൂം ഒന്നും കുഴപ്പമില്ലായിരുന്നില്ല, നല്ലതായിരുന്നു. പിന്നെ യൂറോപ്യൻ ബാത്റൂം, അതിൽ ഇരിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കടലാസിൻ്റെ അതൊക്കെ നമുക്കത് എടുത്ത് വിരിച്ച് ഇരിക്കുകയും ചെയ്യാം. നല്ലപോലെ വൃത്തിയുണ്ടായിരുന്നു. അങ്ങനെ അത് ബംഗാളിലേക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ കുറച്ച് മോശമായിരിക്കുമല്ലോ, ആയിരുന്നു ഞാൻ പോയത് മുന്നൊക്കെ. പക്ഷെ ഇത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ടേസ്റ്റ് പിന്നെ എല്ലാം. പക്ഷെ ഇത് കുറച്ച് പിന്നെ പഴക്കമുണ്ട്, അത്രയുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു ട്രെയിൻ യാത്രയാണ്. ജസ്റ്റ് ഇങ്ങനെ പോയി വന്നിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ നൈറ്റ് 2 ദിവസമൊക്കെ യാത്ര ചെയ്യുന്നത് കുറേ കാലമായി, ഒരു 6-7 വർഷം മുന്നേ ചെയ്യുന്നതാണ്. അങ്ങനെ ഒന്ന് ചേട്ടൻ മേലെ കയറുന്നു, ഞാൻ അതിൻ്റെ മേലെ ഇപ്പുറത്തും ചേച്ചി താഴെ ആളുണ്ടായിരുന്നില്ല. ചേച്ചി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ ആയിരുന്നു. പിന്നെ അന്ന് നല്ല കിടന്നുറങ്ങി. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ റെനിഗുണ്ട എത്തിയിട്ടുണ്ട്. റെനിഗുണ്ട വന്നിട്ട് നിർത്തി രാവിലെ. The roots stretch deep, the earth's gentle
രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. നല്ല ഉറക്കം ഉറങ്ങിയില്ല, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരളവ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഉഷാറായിരുന്നു. സെക്കൻഡ് എ സി ആയതുകൊണ്ട് അങ്ങനെ പിന്നെ ആരും അങ്ങനെ ഉള്ളോട്ട് കയറിയൊന്നും വരത്തില്ല, ധൈര്യത്തിൽ കിടക്കാം. രണ്ട് നൈറ്റും ഒരു ഫുൾ ഡേയും. പിറ്റേ ദിവസം 11 മണിയാകുമ്പോൾ അവിടെ എത്തും. അങ്ങനെയുള്ളൊരു കണ്ടീഷനായിരുന്നു. നിർത്തും. ശരിക്കും ഇപ്പോഴൊന്നും ഇതുണ്ടായിരുന്നില്ല, പിന്നെ ലേറ്റ് ആയിരുന്നില്ല. വണ്ടി കറക്റ്റ് ടൈമായിരുന്നു, 5 മിനിറ്റത്തെ അങ്ങനെ ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് മാറുന്നുണ്ട്. എൻജിൻ അവിടുന്ന് വിജയവാഡയല്ല മറ്റേ മാറുന്നു പറഞ്ഞു. ഡബിൾ എൻജിനാണ്, ബാക്കിലും ഫ്രണ്ടിലും വരും. അങ്ങനെ ഒരു രാത്രി കൂടി കടന്നുപോയി. പിറ്റേ ദിവസം ഞങ്ങൾ ഇപ്പോൾ പിന്നെ ബംഗാളിലേക്ക് എത്തി.
ബംഗാളിലെത്തി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ലേഡീന്. അപ്പോൾ അവർ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, പ്രായമായ സ്ത്രീയായിരുന്നു. അപ്പോൾ അവർക്ക് ഒന്ന് അത് ഇറക്കി കൊടുക്കണം എന്ന് പറഞ്ഞു രാത്രി. പിന്നെ രാത്രി ഒരു 3 മണി ആയപ്പോഴാണ് പുള്ളിക്കാരി ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു, പുള്ളിക്കാരി യാത്രയാക്കി. അങ്ങനെ ഞങ്ങൾ ബംഗാളിലേക്ക് കടന്നു. ബംഗാളിൻ്റെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ എത്താനായി കഴിഞ്ഞപ്പോൾ ട്രെയിൻ ലൈറ്റ് എന്തോ പിടിച്ചിട്ട് അരമണിക്കൂർ മെല്ലെ മെല്ലെ ഇഴഞ്ഞ് നീങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. വണ്ടി പോകുന്നതനുസരിച്ച് മെല്ലെ അരമണിക്കൂർ ലേറ്റായി. എന്താ അവിടെ എത്തിയിട്ട് നമുക്ക് എന്താ അറിയില്ല, അത് വണ്ടി പിടിച്ചിട്ടില്ല, മെല്ലെ മെല്ലെ പോകുന്നത്. അത് കൊൽക്കത്തയിലെ പിന്നെ അഞ്ചർ ട്രെയിനുണ്ടോ, അത് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എവിടെയും അങ്ങനെ പിടിച്ചൊന്നിട്ടില്ല, മെല്ലെ മെല്ലെ വളരെ പതുക്കെ പോകുന്നത്. അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ശരിക്കും ഇറങ്ങേണ്ടത് ഹൗറയിലാണ്. ഇപ്പോൾ സത്രഗഞ്ച് എത്തി. പിന്നെ ഹൗറയിലേക്ക് കുറച്ച് 5 കിലോമീറ്റർ ഉള്ളൂ. അടുത്തുള്ള സ്റ്റേഷനാണ്. ഈ നമുക്ക് പിന്നെ കോഴിക്കോട്ടേക്കൊക്കെ കോഴിക്കോട്ട് നിന്നുള്ള ട്രെയിനൊക്കെ ഉള്ളത് സത്രഗഞ്ചിയിലേക്ക് വന്നത്, ഹൗറയിലേക്കല്ല. ഒരു പിന്നെ ഇന്ത്യയിൽ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണത്. ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമായിട്ടാണ് പോകുന്നത്. എപ്പോഴും പോകുമ്പോൾ ഞാൻ ട്രെയിനിൽ പോകും, വരുമ്പോൾ ഫ്ലൈറ്റ് എടുത്തിട്ട് വരാറുണ്ട്.
എത്തി തുടങ്ങി. ഈ ഗ്ലാസ്സൊക്കെ ക്ലീൻ അല്ല കേട്ടോ, ഗ്ലാസ്സിൽ നിന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര അഴുക്കായിരുന്നു. ഓരോയിലേക്ക് എങ്ങനെ മെല്ലെ മെല്ലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതാ ഈ കൊൽക്കത്ത ഹൗറ സ്റ്റേഷന് കംപ്ലീറ്റ് കണ്ടോ, മാലിന്യങ്ങളും അത് ഇതും എല്ലാം പാളങ്ങളിൽ. വൃത്തി കുറച്ച് കുറവാണ്, നമ്മുടെ കേരളത്തിലെ സ്റ്റേഷൻ പോലെ ഒന്നല്ല. കാരണം വലിയ സ്റ്റേഷനാണ്, വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് പുറകോട്ടാ സ്റ്റേഷൻ കേട്ടോ. നല്ല പാളങ്ങളെല്ലാം ഇത് പിടിച്ച് കിടക്കുക, മാലിന്യങ്ങളും ഒക്കെ ആയിട്ട്. ഇപ്പൊ തന്നെ പിടിച്ചിട്ട് കുറച്ച് നേരത്തേക്ക് കുറെ കഴിഞ്ഞിട്ടാ പിന്നെ വണ്ടി എടുത്തത്. അവരെല്ലാം വൃത്തിയാക്കി പോയി, സാധനങ്ങളൊക്കെ എടുത്തു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ. വണ്ടി നിർത്തിയിട്ടിരിക്കാം, ഒരു ഐസിഎഫിന്റെ കോച്ചാണത്. നല്ല വലിപ്പമുള്ള സ്റ്റേഷനാട്ടോ. ഞങ്ങൾ ഹൗറയിലെത്തി. ഇവിടെ നിന്ന് ഒരു 160 കിലോമീറ്റർ വേറെ പോകണം, ബദ്വാ എന്ന് പറയും. അവിടെ പോകണം, അവിടെയാണ് മോള് പഠിക്കുന്നത്. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് വേറെ ട്രെയിനിൽ കയറി പോകണം. അതൊരു ടാസ്ക്കാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഭാഷ വലിയ ഭാഷയല്ല, പക്ഷേ അങ്ങനെ പിന്നെ അറിയാലോ, എല്ലാ ഭാഷകളും അറിയുന്നുണ്ട്. പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ഇതാണ് എന്നുണ്ടെങ്കിൽ ഇവർ കറക്റ്റായിട്ട് പറഞ്ഞു തരത്തില്ല. നോക്കാം. നല്ല തിരക്കുള്ളൊരു സ്റ്റേഷനാണ്, കാണാൻ പോകുന്നേ ഉള്ളൂ. പണ്ടൊക്കെ വരുമ്പോൾ തന്നെ ഭയങ്കര നിന്ന് തിരിയാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളെ കൊണ്ടുവന്ന സത്രവഞ്ചി, ഇതിൻ്റെയാണ് ഈ എഞ്ചിൻ. ഡ്രൈവർമാർ 2 ദിവസം കൊണ്ട് നമ്മുടെ കൊണ്ടുവന്ന വണ്ടിയാണ്. നമ്മൾ ഹൗറയുടെ തിരക്കിലേക്ക് നീങ്ങുകയാണ്. തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊരി ഒത്താനാണ്, അത്ര ജനം. വലിയ സ്റ്റേഷനാണ്, എല്ലാം ഉണ്ട് ഇവിടെ. മെട്രോയും എല്ലാം ഈ സ്റ്റേഷൻ തന്നെ വരും. മെട്രോ ഉണ്ട് ഇവിടെ. അങ്ങനെ ഇതിന് അങ്ങോട്ട് പോകാനുള്ള ട്രെയിൻ വേറെ സ്ഥലത്താണ്. അത് അന്വേഷിച്ച് നമുക്ക് കുറേ കിട്ടി. ചോദിച്ചപ്പോൾ പറഞ്ഞു വേറെ ഒരു ഇവിടുന്ന് ഇറങ്ങിയിട്ട്, ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ സ്റ്റേഷനിലേക്ക് പോകണം. അടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ അപ്പുറത്തും കൂടെ പോകണം. പുറത്തിറങ്ങി. ഇതാണ് സ്റ്റേഷൻ കേട്ടോ. പഴയ കാലത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നില്ലേ, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് കൊൽക്കത്തയായിരുന്നു തലസ്ഥാനം. അപ്പോൾ ഉള്ള സ്റ്റേഷനാണ്. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, അതേപോലെ തന്നെ ഉള്ളൂ. മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവാണ് ബിൽഡിങ്ങിന് കേട്ടോ. അങ്ങനെ
കുറേ കുറച്ച് നടക്കാനുണ്ടായിരുന്നു, ഒരു 1/2 കിലോമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ കൂടി ചുറ്റിയിട്ട്. Under the boughs where the shadows play, the wind hums songs at the break of day. Whispering pines, അതാണ് ഹൗറ ബ്രിഡ്ജ്. secrets ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, വരുമ്പോൾ പോകാമെന്നാണ് വിചാരിക്കുന്നത്. തിരക്കായതുകൊണ്ട് ഞങ്ങൾ കാണാൻ വേണ്ടി പോകണമെന്ന് വിചാരിക്കുന്നു. ഹൗറ ബ്രിഡ്ജ് Light spills through the velvet dark, etching patterns, അങ്ങനെ പോയി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. അപ്പോൾ 10 ഇതുണ്ട്, 10 അതിൽ അവർ പറഞ്ഞത് 9 10 വരുന്നാ പറഞ്ഞത്. അങ്ങനെ അവിടെ പോയി നിന്നു, കുറേ നേരം നിന്നു. എന്നിട്ട് വണ്ടികൾ നോക്കുമ്പോൾ ഒന്നും അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികളില്ല. whispering pines, sing me your tune. Caught in എല്ലായിടത്തും തിരക്കാട്ടോ, ഭയങ്കര തിരക്കാണ്. ഒന്നും തിരിയാൻ പറ്റില്ല. stars and the moon. Teach me the language of പിന്നെ സൂക്ഷിക്കും വേണം നമ്മുടെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ. stories that linger on the breath of the breeze. നാളെ തട്ടി നടക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാം. ഞാൻ കണ്ടിട്ടില്ല ഇത്ര റെയിൽവേ സ്റ്റേഷനിൽ ഇത്ര തിരക്കുമ്പോൾ. പക്ഷെ കാലാവസ്ഥ നല്ലതാണ്. കാലാവസ്ഥ നല്ല, എന്താ പറയുക, പിന്നെ ഒരു തണുപ്പുള്ള സമയത്താണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടു മാറി ചൂടായിരിക്കും. ഇപ്പോൾ തണുപ്പാ. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude, I am found. Oh, whispering pines, sing me your tune. Caught in the rhythm, the stars and the moon. Teach me the language of rustling leaves, stories that linger. അങ്ങനെ കുറേ നേരം നിന്ന് അവിടെ പോയി നിന്ന് വണ്ടി ഏതാണെന്നൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു പോർട്ടറെ കണ്ടത്. അയാളത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ അല്ല, ഇപ്പോൾ വണ്ടി വരും പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പോയി അവിടെ തപ്പി പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അവിടേക്ക് ഒരു പിന്നെ ഇവിടെ നിങ്ങൾ കാത്തുനിന്നാൽ ഇവിടെ ഒന്നും വരവുണ്ടാവില്ല, അവിടെ ഒരു വണ്ടി ഉണ്ട്, ഇത് ഇപ്പം എടുക്കുമെന്ന് പറഞ്ഞു. അതാണെങ്കിൽ പെട്ടെന്ന് പോകാൻ പറഞ്ഞു ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാവരും കൂടി ഓടി പിടിച്ച് അങ്ങോട്ടേക്ക് പോയി. 2ലേക്ക് ഞങ്ങൾ 10 നിൽക്കുന്നുണ്ടായിരുന്നു, 9 10. അവിടേക്ക് പോയി 2ലേക്ക് ചെല്ലാൻ പറഞ്ഞു. 2ലേക്ക് പോയി ചാടി കയറി നോക്കുമ്പോൾ ഫുൾ തിരക്കായിരുന്നു. ഫുൾ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ തിരക്ക്, ഇരിക്കാനൊന്നും സ്ഥലമില്ല. ഓടി കയറി അവിടെ എത്തി. വണ്ടി കയറി പിന്നെ ഞങ്ങളെന്താക്കി, കുറച്ച് മുന്നോട്ട് നടന്നു പോയി. നടന്നങ്ങനെ പോയി മുന്നോട്ട്. നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഇത് ഡൽഹിക്ക് പോകുന്ന ട്രെയിനായിരുന്നു. അപ്പോൾ അത് AC കമ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അളിയൻ എന്തെങ്കിലും ഹിന്ദിയിലൊക്കെ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത് നിന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അവിടെ ആൾ തിരക്കൊന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ആ വണ്ടിയിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഷൂട്ടിങ്ങൊന്നും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ബർദ്വാനിലെത്തി, പെട്ടെന്ന് എത്തി. ഇപ്പോൾ എന്നാണെങ്കിൽ അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് വരുന്ന ട്രെയിനാണ് മറ്റുള്ള ട്രെയിനുകളൊക്കെ. ഇത് ഡൽഹിയിലേക്ക് ആയതുകൊണ്ടും പിന്നെ ലോക്കൽ ട്രെയിൻ ആയിരുന്നില്ല, വേറെ ഏതോ ട്രെയിനായിരുന്നു അങ്ങോട്ടേക്ക് പോകുന്നത്. ആ ട്രെയിൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. നല്ല വൃത്തിയുള്ള സ്റ്റേഷനാണ് കേട്ടോ ബർദ്വാൻ.
എസ്കലേറ്റർ കയറി ഞങ്ങൾ ഈ ട്രെയിനിലാണ് വന്നത്, ഈ പോകുന്ന ട്രെയിനിലാണ് ഞങ്ങൾ കയറിയത്. അതുകൊണ്ട് യാത്ര വലിയ കുഴപ്പമില്ല. തുടക്കത്തിൽ കയറി നിൽക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. തിരക്ക് തന്നെ ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല. ലോക്കലെടുത്ത് മറ്റേ ടിക്കറ്റ് നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു. നല്ല നല്ല പിന്നെ തണുപ്പുമായിരുന്നു, അടിപൊളിയായിരുന്നു. അവിടെ പുറത്തൊരു സീറ്റ് ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നു ഞങ്ങൾ. ഇനി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം. ഇത് 4ാമത്തെ പ്ലാറ്റ്ഫോമിലിട്ട് നമ്മൾ നിന്നത്. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അവിടുന്ന് പുറത്തിറങ്ങണം. മോളാണത് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവളാണ് പറഞ്ഞത് ഇങ്ങനെ പോകണം. നല്ല വൃത്തിയുള്ള ഇടം, വൃത്തി പൊടിപ്പൊക്കെയുള്ള റിദ്വാൻ ജംഗ്ഷൻ ഇതാട്ടോ. നമ്മുടെ പിന്നെ ഇതിൽ കണ്ട കൊല്ലത്തെ കണ്ട പോലത്തെ ഇതല്ല, നല്ല വൃത്തിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ ട്രെയിൻ കിട്ടിയില്ല, ഞങ്ങളെ മുന്നോട്ട് നടന്നു പോയില്ലെങ്കിൽ ആ ചൂടത്തും അങ്ങനെ ഇരിക്കേണ്ട വന്നാനല്ല കൂടിയിട്ട്. പക്ഷെ അവിടെ പോയി ഇരുന്നുകൊണ്ട് പെട്ടെന്ന് കുഴപ്പമില്ല. അവിടെ പോയി ഇരുന്നുകൊണ്ട് ആ തിരക്കുണ്ടായിരുന്നില്ല, ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും അതിൻ്റെ ഉള്ളിലായിരുന്നു, ഞങ്ങൾ പുറത്തു നിന്ന്. അതുകൊണ്ട് പെട്ടെന്ന് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റി. നല്ല തണുപ്പാട്ടോ ഇവിടെ കൊൽക്കത്തയിൽ. തണുപ്പ് തന്നെ അങ്ങനെ തന്നെ ഒരു 17 ഒക്കെ വരും തണുപ്പ്. ജംഗ്ഷൻ അങ്ങനെ നടന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. ഇതായിരുന്നു ഒരു മെയിൻ എൻട്രൻസ്. പുറത്തിറങ്ങിയപ്പോൾ തന്നെ വണ്ടിക്കാർ വന്ന് ചുറ്റി. ഈ ടോട്ടല്ലേ, ഓട്ടോറിക്ഷയല്ല, പിന്നെ ഇലക്ട്രിക് വണ്ടിയാണത്. ഓട്ടോറിക്ഷ പോലെ ഉള്ള ഇവിടെ അതേ ഉള്ളൂ, ഓട്ടോറിക്ഷ ഇല്ല. ഓട്ടോറിക്ഷ വളരെ കുറവാണ്. അങ്ങനെ അവൾ പറഞ്ഞു 10 രൂപ കൊടുത്താൽ മതി അങ്ങോട്ടേക്ക് പോകാൻ ഒരാൾക്ക് കേട്ടോ. 3 പേർക്കും കൂടി 30 രൂപ. ഒരു വണ്ടി എടുത്തിട്ട് വന്നു അങ്ങോട്ടേക്ക്. അതിന് പിന്നെ അത്യാവശ്യം ബംഗാളിയൊക്കെ അറിയാം, ഹിന്ദി പിന്നെ നല്ല പോലെ അറിയാം, ബംഗാളിയും അറിയാം. ടോട്ടോ എന്ന് പറയുന്നതാണ്, ഓട്ടോയല്ല. അങ്ങനെ അതിൽ അവിടെ 2 3 പേർക്ക് ഇരിക്കുക, ഇവിടെ 3 6 പേർക്ക് ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ 2 പേർ ഇരിക്കാനുള്ള ഒരു ബാഗുകളുണ്ട്. പിന്നെ അവർ പറഞ്ഞ് ബാഗുകളുണ്ട്, ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് പൈസ കൂടുതലാണ്, തരാമെന്ന് പറഞ്ഞു. അതങ്ങനെ 60 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. പുറത്തും നല്ല തിരക്കാട്ടോ, വണ്ടികളുടെ തിരക്കും ഉണ്ടായിട്ട്. എന്തായാലും അതാണ് അതന്നെ തിരക്കിൻ്റെ ഒരു സ്ഥലമാണ്. അങ്ങനെ ഓട്ടോയിൽ കയറി യാത്ര ചെയ്യും. നല്ല കുലുക്കായിരുന്നു. ഏത് കൂടി എടുത്തിട്ട് പോകും
Whispers whisper truth as ഒരു they 10 മിനിറ്റ് flow. നേരത്തെ അത്രേ ഉള്ളൂ. പക്ഷെ കുരുങ്ങി ഇതിൻ്റെ ഉപ്പാടെ ആ റോഡിൻ്റെ പ്രശ്നമാണ്. റോഡ് മറ്റേ ഇൻ്റർലോക്കാണ്, മറ്റേ ഇതല്ല ഇൻ്റർലോക്കിൻ്റെ നല്ല കുടുക്കുണ്ട് നല്ലപോലെ. നമ്മളൊരു മാർക്കറ്റിൽ കൂടെ മാർക്കറ്റിൽ കൂടെയാണ് പോയത്. മാർക്കറ്റാന്ന് തോന്നുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു മാർക്കറ്റ് നല്ല വൃത്തിയുണ്ട് കേട്ടോ. മറ്റേ നമ്മൾ കൊൽക്കത്ത കണ്ട പോലെ ഒന്നല്ല, അത്യാവശ്യം നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല അടിപൊളിയാണ്. Through an ancient door, the silence alive, നമ്മളൊരു മാർക്കറ്റിൽ കൂടെ പോകുന്ന പോലെയാണ് പോയത്. brimming with sound. In the arms of solitude, I am found. അല്ല, ഈ വണ്ടിയേ ഉള്ളൂ. മറ്റേ ഓട്ടോറിക്ഷ തന്നെ സാധനമില്ല. ഓട്ടോറിക്ഷ 1-2 കണ്ടാലായി. ഈ സാധനം തന്നെ ഉള്ളു. ചാർജും കുറവാണ്. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോൾ പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ കുറച്ച് ഒരു 5 കിലോമീറ്റർ ഉണ്ടോ? 5 കിലോമീറ്റർ ഇല്ല, ഒരു 4 കിലോമീറ്റർ ഉണ്ടോ? 4 2 അതല്ല 3 കിലോമീറ്റർ. അതിന് കൊടുത്തതാണ് ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും റേറ്റ്? അതിനൊന്നും ഒരു ഇതുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഒരു മാർക്കറ്റ് കൂടെ മാർക്കറ്റ് പോലെയുള്ളത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. Under the boughs where the shadows play, the wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. The dawn paints gold on the mountain's crown. അടുത്ത ലോട്ടറി ഒക്കെ ഉണ്ടേ ഇവിടെയും. Whispers whisper truth as they flow. അങ്ങനെ മെയിൻ റോഡിലേക്ക് കയറി. ഒരു ഫുൾ പിന്നെ കുരുക്കായിരുന്നു. പിന്നെ മെയിൻ കയറിയപ്പോൾ കുഴപ്പമില്ല, നല്ല റോഡാണ്. റോഡുകളൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല നല്ല റോഡുകളാണ്. പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ തണുപ്പും. Each echoing step on the forest floor opens a world through an ancient door. The silence alive, ഇതൊക്കെയാണ് നമ്മുടെ കൊൽക്കത്തയിലെ കാഴ്ചകൾ, യാത്രയും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം എന്നൊക്കെ ഞാൻ പറയുന്നു. എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും വണക്കം.